ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരേക്കാൾ വലിയ പരിഗണനയാണ് ബഷീറിന് വായനക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും വാസ്തവത്തിൽ ബഷീർ ഇങ്ങനെ മറ്റ് എഴുത്തുകാരിൽ നിന്നും വിഭിന്നമായി ഇത്രമാത്രം സ്വീകാര്യനായി മാറിയത്? എന്തുകൊണ്ട് ബഷീറിനോട്, ബഷീറിൻ്റെ രചനകളോട് കേരളത്തിലെ വായനക്കാർക്ക് വലിയ രീതിയിലുള്ള ആഭിമുഖ്യവും ആദരവും നിലനിൽക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം മരിച്ചിട്ടും മരിക്കാതെ, പിരിഞ്ഞിട്ടും പിരിയാതെ ബഷീർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നു. അതിൻ്റെ കാരണം ബഷീർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പോലെ തന്നെ ഒരു വിസ്മയമായാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചത്, നമ്മെ വിട്ടുപിരിഞ്ഞത്. വാസ്തവത്തിൽ ബഷീർ ജീവിതത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒരു അന്വേഷകനായിരുന്നു. അന്വേഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സത്യാന്വേഷകനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ദാർശനിക പ്രതിഭ ജന്മന ഉള്ളതായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും ആവിഷ്കാരപരവുമായിട്ടുള്ള ജീവിതത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. ദാർശനിക പ്രതിഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് മിക്ക എഴുത്തുകാരിലും നമുക്ക് കാണാൻ കഴിയാത്ത സത്യാന്വേഷണ ത്വര എന്ന് അതിനെ വിളിക്കാം, വിശേഷിപ്പിക്കാം. ബഷീർ നിരന്തരം യാത്ര ചെയ്തത് എവിടേക്കായിരുന്നു? അങ്ങനെ യാത്ര ചെയ്ത തീയതികൾ എവിടെ? സമയവും കാലവും എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ആധുനിക ജീവിത സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ചിലരൊക്കെ ചോദ്യം ചെയ്യുന്നത് കാണാനിടയായി. വാസ്തവത്തിൽ ബഷീർ തീയതി നോക്കി, ഡയറി നോക്കി, ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത വ്യക്തിയല്ല. ബഷീർ ഹോട്ടൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത വ്യക്തിയുമല്ല. മറിച്ച് ഒരു അന്വേഷകൻ്റെ ത്വരയുമായി, അഭിവാഞ്ചയുമായി എവിടെയൊക്കെയോ കറങ്ങി. അതിൽ ഹിമാലയ സാനുക്കളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, അങ്ങാടികളുണ്ട്, വേശ്യത്തെരുവുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കറക്കം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ യാത്ര എന്നുള്ളത് എവിടെയെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി നടത്തിയ യാത്രയായിരുന്നില്ല. പക്ഷേ എന്താണ് സത്യം, എന്താണ് നീതി, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഈ അന്വേഷണമാണ് വാസ്തവത്തിൽ ബഷീർ ജീവിതത്തിലുടനീളം നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ആവിഷ്കാരം നടത്തിയത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എളുപ്പം മനസ്സിലാവും.